നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ ശുഭലക്ഷണം. മമതാ ബാനർജിക്ക് പിന്നാലെ നിതീഷ് കുമാറും ഇന്ത്യ മുന്നണി വിടാൻ ആലോചിക്കുന്നു. ഈ ആഴ്ച നിർണായകം. നിതീഷ് NDAയിലേക്കെന്ന അഭ്യൂഹം ശക്തം. BJPയുമായി ചർച്ചയിലെന്നും സൂചന. പ്രധാനമന്ത്രിയാകാനും BJPയിൽ നിന്നും അധികാരം പിടിക്കാനുമാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി നടന്ന് ഡൽഹിയിൽ എത്തുമ്പോഴേക്കും ഇന്ത്യ മുന്നണിയിലെ പലരും BJP ക്യാമ്പിലേക്ക് പോകുകയോ മുന്നണി വിടുകയോ ചെയ്യാനാണ് സാധ്യതയെന്ന സൂചനയാണ് വരുന്നത്. മമതയ്ക്ക് പിന്നാലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDA മുന്നണിയിലേക്ക് മടങ്ങിയേക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. നിതീഷ് കുമാറും JDUവും BJP നേതാക്കളുമായി ചർച്ച തുടങ്ങിയതായാണ് പുറത്തുവരുന്ന വിവരം. ഈ ആഴ്ച നിർണായകമാണെന്നും NDA മുന്നണിയിലേക്കുള്ള മടക്കത്തിന്റെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടായേക്കുമെന്നുമാണ് JDU വൃത്തങ്ങൾ പറയുന്നത്. ബീഹാർ BJP സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതാക്കൾ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് JDUവിന്റെ മടങ്ങിവരവിന്റെ ഭാഗമാണെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുമായി അടുത്തിടെ അകൽച്ച പ്രകടിപ്പിക്കുകയായിരുന്നു നിതീഷ്. അതുകൊണ്ട് തന്നെ നിതീഷും JDUവും വീണ്ടും കാലുവാരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വർഷങ്ങളോളം NDA മുന്നണിയുടെ ഭാഗമായിരുന്ന JDU 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായതോടെയാണ് മുന്നണി വിട്ടത്. പിന്നീട് നിതീഷ് കോൺഗ്രസിനും RJDക്കും ഒപ്പം മഹാസഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കി മുഖ്യമന്ത്രിയായി. എന്നാൽ പിന്നീട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാസഖ്യം വിട്ട് NDAയുടെ ഭാഗമായി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ മഹാസഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. ശേഷം BJPയെ നേരിടാൻ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് നിതീഷ് വീണ്ടും NDA പാളയത്തിലേക്ക് നീങ്ങുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ 42 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ബിർഭൂം ജില്ലയിൽ നടന്ന സംഘടനാ യോഗത്തിലാണ് ഇക്കാര്യം ഉയർന്നു വന്നത്. യോഗത്തിൽ സീറ്റ് വിഭജന ചർച്ചകളെ പറ്റി ചിന്തിക്കേണ്ടതില്ലെന്നും തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകണമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളെ പറ്റി ആലോചിക്കേണ്ടതില്ലെന്ന് പാർട്ടി അധ്യക്ഷ വ്യക്തമായി പറഞ്ഞു. കോൺഗ്രസിന് 2 സീറ്റുകളാണ് പാർട്ടി വാഗ്ദാനം ചെയ്തത്. എന്നാൽ 10 മുതൽ 12 സീറ്റാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്ന് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. സീറ്റ് വിഭജനത്തെ ചൊല്ലി സംസ്ഥാന തലത്തിൽ ഇന്ത്യ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് തൃണമൂലിന്റെ ഈ നീക്കം. അതേസമയം പശ്ചിമ ബംഗാളിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കാലതാമസം വരുത്തിയതിന് കോൺഗ്രസിനെ മമതാ ബാനർജി വിമർശിച്ചിരുന്നു. 10 മുതൽ 12 സീറ്റുകൾ വേണമെന്ന കോൺഗ്രസ് വാദം നീതിയുക്തമല്ലെന്നും അവർ പറഞ്ഞു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 മണ്ഡലങ്ങൾ വിട്ടുനൽകാൻ തൃണമൂൽ തയ്യാറാകണമെന്നും മമത പറഞ്ഞിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 മണ്ഡലങ്ങൾ വിട്ടുനൽകാൻ തൃണമൂൽ തയ്യാറാണെന്നും മമത പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി രംഗത്തെത്തി. മമത ഒരു അവസരവാദിയാണെന്നും അവരുടെ കാരുണ്യത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശങ്ങൾ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. തങ്ങളോട് അടുത്തു നിൽക്കുന്നയാളാണ് മമതാ ബാനർജി എന്നാണ് രാഹുൽ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.